പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 4-ാം ദിവസം. സംഖ്യാപുസ്തകത്തിൽ നിന്ന് 6-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, അഹരോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, രക്ഷാകര പദ്ധതിയിൽ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ പരസ്പരം അനുഗ്രഹിക്കുവാനാണ്. ദൈവത്തിൻ്റെ നാമം നമ്മുടെ മേൽ ഉറപ്പിക്കപ്പെടേണ്ടതിന് നാം പരസ്പരം അനുഗ്രഹിക്കുന്നവരായി മാറണം. കർത്താവിൻ്റെ പരിപാലനയും അവിടുത്തെ കരുണയും നമ്മളെ ചൂഴ്ന്നു നിൽക്കേണ്ടതിന് നാം പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അബ്രാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രാമിന് ദൈവം കൊടുത്ത ആദ്യ കൽപ്പന നീ അനുഗ്രഹിക്കണം എന്നാണ്. അബ്രാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും. കഷ്ടതകളിൽ പെട്ടുപോയവർക്ക്, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ അലയുന്നവർക്ക്, അന്ധകാരത്തിൽ തപ്പിത്തടയുന്നവർക്ക്, ആശ അറ്റുപോയവർക്ക്, മനസമാധാനമില്ലാത്തവർക്ക്, ഇരുളടഞ്ഞ ജീവിത പന്ഥാവിൽ പെട്ടുപോയവർക്ക് നാം കൊടുക്കേണ്ട സാന്ത്വന സ്നേഹം അനുഗ്രഹത്തിൻ്റെതാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് എപ്പോഴും നമ്മോട് പറയുന്ന നമ്മുടെ കർത്താവായ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഈ തിരുവചന ശുശ്രൂഷയുടെ ആന്തരികാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പരസ്പരം അനുഗ്രഹിക്കാം. ദൈവത്തിൻ്റെ നാമം നാം അനുഗ്രഹിച്ച് ഉറപ്പിക്കുമ്പോഴാണ് അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ നാമം നമ്മുടെ മേൽ ഉറപ്പിക്കുന്ന ശുശ്രൂഷയാണ് മേൽപ്പറഞ്ഞ വചനത്തിലൂടെ നാം നടത്തുന്ന അനുഗ്രഹ ശുശ്രൂഷ. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് പരസ്പരം അനുഗ്രഹിക്കാം. നമ്മുടെ വേദനകളേക്കാൾ, നമ്മുടെ ഭാരപ്പെടലുകളേക്കാൾ, നമ്മുടെ ഞെരുക്കങ്ങളേക്കാൾ അവരൻ്റെ ദുഃഖത്തെ നോക്കിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി, മനസ്സ് ഉയർത്തി, ഹൃദയം കൊണ്ട് നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന കൊച്ചു പ്രാർത്ഥന മനസ്സുകൊണ്ട് ആശീർവദിച്ച് നമുക്ക് അവരുടെ മേൽ അർപ്പിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹ സാന്ത്വനം ഒരു മഴമേഘം പോലെ അവരുടെ മേൽ ഇറങ്ങി വന്ന് അവരെ അനുഗ്രഹത്തിൻ്റെ, കൃപയുടെ മഴയാൽ നനയ്ക്കുന്നത് നമുക്ക് കാണാനാവും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ കൃപ തരണേ. എൻ്റെ വ്യക്തിപരമായ ജീവിത പ്രശ്നങ്ങളിൽ പോലും മറ്റുള്ളവരുടെ മേൽ നോക്കി മനസ്സുയർത്തി അനുഗ്രഹിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് തരണേ. അങ്ങനെ ആവർത്തിച്ച് അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുമ്പോൾ അങ്ങയുടെ നാമം അവരുടെ മേൽ അങ്ങ് ഉറപ്പിക്കുകയും അവരെ അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.